അഡോബി ഫോട്ടോഷോപ്പ് ബേസിക് ഓപ്പറേഷൻസിലെ നാലാമത്തെ ടോപ്പിക് ഇമേജ് സൈസ്, ക്യാൻവാസ് സൈസ്, കളർ മോഡ് ആൻഡ് ഇമേജ് റൊട്ടേഷൻ. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇമേജും ക്യാൻവാസ് സൈസും അതേപോലെ മോഡുമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം, അതായത് ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഇമേജ് മെനുവിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് സൈസ് കാണാനായിട്ട് സാധിക്കും. ഓരോ ഓപ്ഷൻ്റെ ഇപ്പുറത്തും അതിൻ്റെ ഷോർട്ട് കീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ കീബോർഡിൽ ഷോർട്ട് കീസ് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ മെനുവിൽ പോയി എടുക്കേണ്ടതിന് പകരം ആ ഒരു വിൻഡോയോ അല്ലെങ്കിൽ ടൂളോ ഓപ്പൺ ആയി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഷോർട്ട് കീസൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ഇത് നമ്മുടെ വർക്ക് വളരെ സ്പീഡാക്കും. നമ്മൾ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റിലുള്ള ഇമേജിൻ്റെ സൈസ് അല്ലെങ്കിൽ ക്വാളിറ്റി, അതായത് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമേജ് സൈസ് യൂസ് ചെയ്യുന്നത്. ഇതും ക്യാൻവാസ് സൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റും 1080 പിക്സൽസും അതേപോലെ റെസൊല്യൂഷൻ 72 ആണ്. അത് നമ്മൾ മാറ്റി 300 ആക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഹൈറ്റും വിഡ്ത്തും കൂടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് ഫിക്സഡ് ആണ്. 15 ഇഞ്ചാണ് ക്യാൻവാസിൽ ഉണ്ടായിരുന്നത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതിൽ 1 ഇഞ്ചിൽ 72 പിക്സൽസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 15x72 = 1080. അങ്ങനെയാണ് നമുക്ക് 1080 ഹൈറ്റും വിഡ്ത്തും വരുന്നത്. അത് നേരത്തെ 300 ആയിരുന്നപ്പോൾ 15x300 = 4500. അങ്ങനെയാണ് ആ വാല്യൂ നേരത്തെ നമുക്കവിടെ കിട്ടിയത്. നമുക്ക് ഈ സൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയും കൊടുക്കാം. അതിനനുസരിച്ച് ഇമേജിൻ്റെ സൈസിനും വ്യത്യാസം വരും. അതായത് റെസൊല്യൂഷൻ കൂടുതലുണ്ടെങ്കിൽ കൂടിയ സൈസും റെസൊല്യൂഷൻ കുറവാണെങ്കിൽ കുറഞ്ഞ സൈസുമാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഇമേജിന് വരിക. ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ഫയലായിരുന്നു. അതിന് പകരം ഇമേജ് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പുതിയൊരു ഇമേജ് ഓപ്പൺ ചെയ്യാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇമേജൊക്കെ താഴത്ത് നിങ്ങൾക്ക് റിസോഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സെയിം ഇമേജിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ട്രൈ ചെയ്ത് പഠിക്കാം. ഇത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇത് വേറൊരു ടാബിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഇമേജ്. നമുക്ക് ഇതിൻ്റെ ഇമേജ് സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു പ്രൊഫഷണൽ ക്യാമിലെടുത്ത ഇമേജ് ആയതുകൊണ്ട് ഇതിൻ്റെ പിക്സൽസിൻ്റെ എണ്ണം 5000 അടുത്ത് വന്നിട്ടുണ്ട്. അതും 72 പിക്സൽസ് പെർ ഇഞ്ചിലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ കിടക്കുന്നത്. അതായത് ഈ ഇമേജിൻ്റെ ആക്ച്വൽ സൈസ് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 5184 എന്ന വാല്യൂവിനെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് എക്സാക്ട്ലി 72 ഇഞ്ച് തന്നെയാണ് ഈ ഇമേജിൻ്റെ വിഡ്ത്ത് വരിക. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഇമേജ് സൈസിൻ്റെ കാര്യമില്ല. അതുകൊണ്ട് അത് കുറച്ചിട്ട് ഞാൻ 1920 കൊണ്ടുവരികയാണ്. 1920 എന്ന് പറയുന്നത് ഫുൾ HD പിക്സൽ വിഡ്ത്താണ്. നമുക്ക് വർക്ക് ചെയ്യാൻ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് ഒരു 51 MB ഉണ്ടായിരുന്നത് ഇപ്പോൾ 7 MB അടുത്തേ സൈസ് വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ലിങ്ക് ചെയ്താണ് കിടക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ വിഡ്ത്തും ചേഞ്ച് ചെയ്യും. അതായത് അതിൻ്റെ പ്രപ്പോർഷൻ കീപ്പ് ചെയ്യും. നമ്മളിത് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇമേജിൻ്റെ പ്രപ്പോർഷൻ വ്യത്യാസം വരും. അതായത് ഇമേജ് സ്ട്രെച്ച് അല്ലെങ്കിൽ കംപ്രസ് ആയി പോവാം. അതേപോലെ ഇവിടെ നമുക്ക് പിക്സൽസിലോ സെൻറ്റിമീറ്ററിലോ ഇഞ്ചിലോ ഏത് യൂണിറ്റിലാണ് ഈ വാല്യൂസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ട് കുറച്ച് റെസൊല്യൂഷൻസും തന്നിട്ടുണ്ട് ഈസിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ വാല്യൂവിനെ വീണ്ടും ചെറുതാക്കി 1080 എന്ന് പറയുന്ന വിഡ്ത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഇമേജിൻ്റെ സൈസ് ഇവിടെ ചെറുതായി. ഞാൻ ഇമേജ് സൂം ചെയ്യാണ്. ഓൾട്ട് ഞെക്കി പിടിച്ചിട്ട് സ്ക്രോൾ ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ സൂം ആവും. ഇമേജ് സൂമിനും സൂം ഔട്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് സൂമിൻ ടൂളും യൂസ് ചെയ്യാം. നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്യാൻവാസിൻ്റെ സൈസ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ക്യാൻവാസ് എന്ന് പറയുന്നത് ഇമേജിൽ നിന്നും വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പടം വരയ്ക്കാനായിട്ടൊരു ക്യാൻവാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന ഇമേജാണ് ഇമേജ് സൈസ് വെച്ച് ചേഞ്ച് ചെയ്യുന്നത്. ക്യാൻവാസ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസാണ്. മുന്നേ ഇമേജ് സൈസ് മാറ്റണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 15 ഇഞ്ച് എന്നുള്ള ക്യാൻവാസിൻ്റെ സൈസ് മാറില്ല എന്ന്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് സൈസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സൈസ് കൊടുക്കുമ്പോൾ ഏത് സ്ഥലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആങ്കർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. അതായത്
നമ്മൾ ഉള്ള ഇമേജിനേക്കാൾ സൈസ് കൂടുതലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ക്യാൻവാസ് എക്സ്റ്റെൻഡ് ആയിട്ട് ഇമേജ് അവിടെ കിടക്കും, എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ബ്ലാങ്ക് സ്പേസ് ആയിട്ട് ഒന്ന് വലുതാകും. നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂവിൽ ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിഡ്ത്ത് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വിഡ്ത്ത് കൂടിയത്. നമുക്ക് കൺട്രോൾ ഇസഡ് അടിച്ച് അൺഡു ചെയ്ത് തിരിച്ച് ഒന്നുകൂടെ പോകാം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കിടക്കുന്നത് ഓറഞ്ചാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ക്യാൻവാസ് എക്സ്റ്റെൻഡ് ആയപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് വന്നത്. ഇതിൽ നമ്മൾ ആങ്കർ പോയിന്റ് സെൻട്രലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും 4 ഡയറക്ഷനിലേക്കും കൂടും. നേരത്തെ നമ്മൾ ഹൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വിഡ്ത്ത് മാത്രമേ ചേഞ്ച് ചെയ്തോളൂ. ഇത്തവണ നമുക്ക് ഹൈറ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഹൈറ്റ് വരുന്നത് ഇപ്പോൾ സെൻട്രലിൽ ഇട്ടേക്കണോണ്ട്, ആങ്കർ പോയിന്റ് സെൻട്രലിൽ ഇട്ടേക്കണോണ്ട് എക്സ്ട്രാ വരുന്ന ഹൈറ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ആയിട്ട് മുകളിലോട്ടും പകുതി താഴത്തോട്ടും വരും. വിട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വിട്ട് 2 സൈഡിലേക്കും വരേണ്ടതാണ്. അത് മാറ്റി നമുക്ക് മുകളിലേക്ക് മാത്രമുള്ള രീതിയിലും കൊടുക്കാം, താഴത്തേക്ക് മാത്രം ഹൈറ്റ് കൂടുന്ന രീതിയിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ സെൻട്രലിലിട്ട് ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു. കണ്ടോ, പകുതി ഹാഫ് മുകളിലോട്ടും പകുതി ഹാഫ്, അതായത് കൂടുതലായിട്ട് വന്ന ക്യാൻവാസ് സൈസ് പകുതി മുകളിലേക്കും പകുതി താഴത്തേക്കുമായിട്ടാണ് വന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് റൊട്ടേഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് റൊട്ടേറ്റ് ചെയ്യാം പല ആംഗിളിൽ, അതേപോലെ ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മിററിൽ വെച്ച പോലെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വെർട്ടിക്കലും ചെയ്യാം, ഹൊറിസോണ്ടലും ചെയ്യാം. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ സൈഡിലേക്കായിരിക്കും ഫ്ലിപ്പ് ചെയ്യുക. നമ്മളതിനെ ഒന്നുകൂടെ ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഇരുന്ന പോലെ തന്നെയാകും. ഇനി നമുക്ക് വെർട്ടിക്കൽ ഫ്ലിപ്പ് ഒന്ന് ട്രൈ ചെയ്യാം. അത് വൈ ആക്സിസിലായിരിക്കും ഫ്ലിപ്പ് ആവുക, അതായത് അപ്സൈഡ് ഡൗൺ. ഇനി കൺട്രോൾ അടിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരിക. ശേഷം നമുക്കിവിടെ ഇമേജ് റൊട്ടേഷനും ചെയ്യാൻ സാധിക്കും. 180 ഡിഗ്രിയാണ് നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്തത്, അതായത് അപ്സൈഡ് ഡൗൺ ആയ പോലെ ഒരു തവണ ഒന്ന് വട്ടം കറങ്ങി. വീണ്ടും കൺട്രോൾ അടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനിൽ തിരിക്കാം. അതേപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് കളർ മോഡാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം RGBയിൽ നിന്ന് CYMKയിലോ ഗ്രേ സ്കെയിലോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രേ സ്കെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ കളർ ഡീറ്റെയിൽസ്, കളർ ഇൻഫർമേഷൻ എടുത്ത് കളയട്ടേതാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടായി. ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കളർ മോഡ് ചേഞ്ച് ചെയ്യുന്നത്.